ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിത് അവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 കപ്പ് റവ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ റവ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റവയൊക്കെ. ഇത് വളരെ ഈസി സ്നാക്കാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പരുവായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് ചൂടാറി വരുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് ഓയിൽ കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് കയ്യിലൊരല്പം ഓയിൽ തടവുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊട്ടി പിടിക്കില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു തുളയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതൊന്ന് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്നൊക്കെ ഒന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, റവ കൊണ്ടുള്ള. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറന്നു പോകരുത്.